കൗമാരമേളയോ അതോ മാപ്രകളുടെ മേളയോ? തലസ്ഥാനത്ത് ശനിയാഴ്ച അരങ്ങുണർന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെ മാപ്രകളുടെ കുത്തിമറിച്ചിൽ കണ്ട് സഹികെട്ട് പാലായിൽ നിന്നും വിളിച്ച ഷാജി എന്ന പ്രേക്ഷകന്റെ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം. ഞാൻ ഷാജി പാലായിൽ നിന്നാണ്. സാറേ, ഈ ചാനലുകളുടെ പ്രളയം അവർ പിടിച്ചു നിൽക്കാൻ കാണിക്കുന്ന പോരാട്ടം, ജീവന പോരാട്ടം ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ വാർത്താ ചാനലുകളെ ഇന്നെടുത്ത് നോക്കിയാൽ ഇപ്പം 24 മണിക്കൂറും സുജയ്യ പാർവതി ഏത്തപ്പഴം പുഴുങ്ങുന്നു, അരുൺകുമാർ പുട്ടുകൂത്തുന്നു, ഇതിനിടയ്ക്ക് ശ്രീകണ്ഠൻ നായർ അങ്ങോട്ട് കടന്നു ചെല്ലുന്നു ചായ അടിക്കാൻ. സത്യത്തിൽ എന്ത് പേക്കോലാണ് സാറേ. നമ്മളൊക്കെ ഈ കലോത്സവം വെറുത്തു പോകുന്ന രീതിയിലാണ് ഇവർ കലോത്സവ വാർത്ത മാത്രം കൊണ്ട് 24 മണിക്കൂറും നിറയ്ക്കുകയാണ്. ഒരു വാർത്തയും പറയുന്നില്ല, ശരിയായ ഒന്നും രാജ്യത്ത് നടക്കുന്ന ഇവിടുത്തെ വിലക്കയറ്റം, ഇവിടെ സാധാരണക്കാരന് ജീവിക്കാൻ മേലാത്ത അവസ്ഥ ഭരണം ഉണ്ടാക്കുന്നു. ഇതൊന്നും ഇവന്മാർ കാണുന്നില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുന്നു. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു എക്സ് മിലിറ്ററിക്കാരൻ അടിമാലിലുള്ള അദ്ദേഹത്തെ ഇന്ന് രാവിലെ ഔചാരിതമായിട്ട് വിളിച്ചു. ഞങ്ങൾ ഒന്ന് പങ്കുവെച്ചപ്പോൾ ഈ ചാനൽ കാണുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഈ സാധനം വെക്കാറില്ല, നേരത്തെ വാർത്ത കാണും, ഇപ്പം അത് വെക്കാറില്ല. എൻ്റെ അനുഭവം ഇത് തന്നെയാണ് സാറേ. ഞാനിപ്പോൾ രാവിലെ വാർത്താ ചാനലുകളൊന്ന് ഓടിച്ചിട്ട് നോക്കും. വൈകിട്ട് ഒരു 6 മണി 7 മണി കഴിഞ്ഞ സമയം കിട്ടുമ്പം ആ രാവിലെ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ വാർത്തയിൽ നോക്കും. ഒരു മാറ്റവും ഇല്ല എന്ന് കാണുമ്പോൾ നിർത്തിവെക്കുകയാണ്. ആർക്കും താല്പര്യമില്ലാത്ത ഒരു വസ്തുവായിട്ട് ഇവന്മാരുടെ ഈ പരസ്യം കൊടുത്ത് തീറ്റിപ്പോറ്റുന്നവരെ ബോധ്യപ്പെടുത്തണം. ജനങ്ങൾ ഈ പെട്ടി ഇപ്പോൾ തുറക്കുന്നേ ഇല്ല. സത്യത്തിൽ വാർത്ത താങ്കൾ ഉൾപ്പെടെയുള്ള ഏതാനും ചില യൂട്യൂബ് ചാനലുകൾക്ക് മാത്രമാണ് ചെവി കൊടുക്കുന്നതും കാണുന്നതും. വാർത്ത അറിയാൻ അന്വേഷിക്കുന്നു ഇപ്പം നിങ്ങളെപ്പോലുള്ള ചില ചാനലുകൾ മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ സാർ. സാധാരണ പ്രേക്ഷകർക്ക് പോലും ഇവരുടെ ഈ അമിതാവേശം അലോസരമുണ്ടാക്കുന്നു എന്നർത്ഥം. ജനുവരി 4 മുതൽ 8 വരെയാണ് തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത്. നഗരത്തിൽ 25 വേദികളിലായി നടക്കുന്ന 249 മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 15,000-ലേറെ വിദ്യാർത്ഥികളാണ്. കുറ്റമറ്റ രീതിയിൽ മേള നടത്തുക എന്ന ലക്ഷ്യത്തോടെ വളരെ വിപുലമായ ഒരുക്കങ്ങൾ സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി തന്നെ വളരെ ഉത്സാഹപൂർവ്വം മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുമുണ്ട്. സംസ്ഥാന കലോത്സവ വേദികളെ മാപ്രകളുടെ മത്സരക്കളം ആക്കുന്നത് പ്രധാനമായും മരംകൊള്ളക്കാരന്മാരുടെ ചാനലും ചിട്ടി മുതലാളിയുടെ ചാനലും കൂടിയാണ്. ടാം റേറ്റിംഗിൽ എങ്ങനെയെങ്കിലും മുന്നിലെത്തുക എന്ന ലക്ഷ്യം വെച്ചാണ് ഇരുകൂട്ടരും മാന്യതയുടെ സകല സീമകളും ലംഘിച്ച് വിളയാടുന്നത്. ചിട്ടി മുതലാളിയുടെ ചാനലിലെ വാർത്താ തൊഴിലാളിയായിരുന്ന അമൈരശിരസ്കനും സംഘവും മരംകൊള്ളക്കാരുടെ ചാനലിൽ കുടിയേറി തങ്ങളുടെ ചാനലിൻ്റെ മുന്നിൽ എത്തിയതോടെ കണ്ടൻ നായർക്ക് നെഞ്ചുവേദന കഴിഞ്ഞ ദിവസം വന്നു എന്നാണ് അറിവ്. അതിനെ തുടർന്ന് എങ്ങനെയെങ്കിലും പോയ സ്ഥാനം നിലനിർത്തുവാൻ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിയാണ് ഒരു വശത്ത് പുട്ടിയിട്ട് ഡൈയുമടിച്ച് കണ്ടനും മുതലക്കുഞ്ഞുങ്ങളും മറുസൈഡിൽ അമൈരശിരസ്കനും സംഘവും പഴയ ഡിസ്കോ രവിയെ അനുസ്മരിപ്പിക്കുമാറ് വിഷവും കെട്ടി കലോത്സവ വേദിയുടെ അടുക്കള വഴി കിടന്ന് മിഴുകുന്നത്. ഈ മാപ്രകളുടെ കിടമത്സരം കൊണ്ട് കലവറയിൽ ഭക്ഷണം പാകം ചെയ്യുന്നവർക്ക് പോലും ശല്യമായി മാറിയിരിക്കുകയാണ്. കണ്ടനും മുതലക്കുഞ്ഞുങ്ങളും അമൈരശിരസ്കനും ഫാൻസി ഡ്രസ്സുകാരും വേദിയിൽ മര്യാദയ്ക്ക് നിന്ന് റിപ്പോർട്ട് കഴിഞ്ഞ് എത്രയും വേഗം മടങ്ങിപ്പോകണം എന്നതാണ് സംഘാടകരുടെ ചെറിയ ആവശ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.